ക്രമസമാധാന ചുമതലയിലുള്ള ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് DGP സർക്കാരിന് നൽകിയ ശുപാർശയിലാണ് അന്വേഷണത്തിന് ഉത്തരവായത്. കാരണം ഇതിലേക്ക് പറയുമ്പോൾ ഏറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരുപാട് വിവാദങ്ങൾ പശ്ചാത്തലമുണ്ട്. കാരണം DGP വിജിലൻസ് അന്വേഷണത്തിന് പറയുന്നു സംഘത്തെ വൈകിയെങ്കിലും തീരുമാനിക്കാൻ പോകുന്നത് ആരൊക്കെയെന്ന് ഇന്നറിയാനാകും. പക്ഷേ അവിടെ MR അജിത് കുമാർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വിധേയനാകുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതാണ് CPI പോലും ആവർത്തിച്ച് പറയുന്നത്. അജിത് കുമാർ ആദ്യം മാറി നിൽക്കട്ടെ, എന്നിട്ട് മതി അന്വേഷണം എന്ന്. പോലീസ് സേനയിൽ പോലും കടുത്ത അതൃപ്തി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല DGPയുടെ ഭാഗത്തു നിന്ന് പോലും ഈ ഒരു വിഷയത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റാത്തതിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒടുവിൽ ഒരു മുഖം രക്ഷിക്കൽ എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. മുഖം രക്ഷിക്കൽ എന്ന് അവർക്ക് വിശ്വസിക്കാനേ കഴിയൂ. പൊതുജനത്തിന് കാണുന്നവർക്കൊക്കെയും അതൊരു മുഖരക്ഷിക്കലല്ല. അത് എങ്ങനെ നീന്താൻ കഴിയാത്തത്ര വിധത്തിൽ പെട്ടുപോവുകയാണ് സർക്കാരും പോലീസും എന്ന് വ്യക്തമാകുന്നതാണ്. ഏതായാലും വിനീഷ് ഒപ്പം ചേരുന്നുണ്ട്. വിനീഷ്, വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്നറിയാം, പക്ഷേ എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത്? അത് മുഖം രക്ഷിക്കാനുള്ള, തൽക്കാലം വിവാദങ്ങൾക്ക് വിരാമമിടാനുള്ള സർക്കാരിന്റെ ശ്രമം എന്ന ആക്ഷേപം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. MR അജിത് കുമാറിനെതിരായ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്നുണ്ടാകും. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുക, എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാവുക. എന്തായാലും തത്വത്തിൽ മുഖ്യമന്ത്രി ഒരു അംഗീകാരം നൽകിയിരിക്കുന്നു. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം വിജിലൻസ് കൈക്കൊള്ളുമ്പോഴും തത്വത്തിലുള്ള അംഗീകാരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്നാലും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ വിവാദങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോഴാണ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നേരത്തെ വിജിലൻസ് ഡയറക്ടർ അവധിയിലായിരുന്നു. അവധി കഴിഞ്ഞ് വിജിലൻസ് ഡയറക്ടർ എത്തിയിട്ട് പോലും ഈ MR അജിത് കുമാറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി സമ്മതം മൂളാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് DGPയുടെ ശുപാർശയെ തുടർന്നാണ് മുഖ്യമന്ത്രി ADGPക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള തത്വത്തിലുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത്. ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ MR അജിത് കുമാർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുക. ഒപ്പം കവടിയാറിൽ വലിയ രീതിയിലുള്ള ഒരു വസ്തു വാങ്ങിച്ചുകൂട്ടി, ഒപ്പം തന്നെ ആ സ്ഥലത്ത് ഒരു വലിയ ബഹുനില കെട്ടിടം അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉണ്ടായ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്? എവിടെ നിന്ന് ഇത്രയും ഒരു വലിയൊരു സിറ്റിക്കുള്ളിൽ ഇങ്ങനെ പണം മുടക്കി വസ്തു വാങ്ങാൻ MR അജിത് കുമാറിന് ADGPക്ക് സാധിച്ചു? അതിന്റെ സാമ്പത്തിക സ്രോതസ്, അതിന്റെ ഉറവിടം എവിടെയാണ് എന്ന സംബന്ധിച്ചുള്ള അന്വേഷണമായിരിക്കും പ്രധാനമായും വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ MR അജിത് കുമാർ DGPക്ക് മുന്നിൽ പല ഘട്ടങ്ങളിലായി ഈ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളിൽ അദ്ദേഹം മൊഴികൾ DGPക്ക് മുന്നിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ഇത്തരത്തിലാണ്: തന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുൻകൂട്ടി വിജിലൻസ് ചോദ്യമായി ഉന്നയിച്ചാൽ അതിന്റെ രേഖകളും കൃത്യമായി തന്നെ അതിന്റെ വിശദാംശങ്ങളും നൽകാൻ താൻ തയ്യാറാണെന്ന് എന്ന തരത്തിലുള്ള ഒരു നിലപാട് ADGP വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ADGP നേരത്തെ വ്യക്തമാക്കിയിരുന്നത് തനിക്കെതിരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് PV അൻവർ MLAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, മറ്റു ഭാഗ്യശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന നിലപാടായിരുന്നു ADGP MR അജിത് കുമാർ സ്വീകരിച്ചത്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ രീതിയിൽ വിവാദങ്ങൾ കത്തിക്കയറുമ്പോൾ PV അൻവർ MLA ADGPക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ ADGPയെ സംരക്ഷിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലായിരുന്നു ADGP എന്ന സംബന്ധിച്ചുള്ള പരസ്യ നിലപാട് പല ഘട്ടങ്ങളിലായി CPI പോലും എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടതുമുന്നണിക്കുള്ളിൽ പോലും ADGP വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന സംബന്ധിച്ചുള്ള ഒരു നിലപാടുകൾ, അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ഉയർന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ട് ADGPക്കെതിരായ അന്വേഷണം പല ഘട്ടങ്ങളിലും തുടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവസാന ഘട്ടം മുഖം രക്ഷിക്കാൻ തൽക്കാലം വിവാദങ്ങൾ അടങ്ങാൻ വേണ്ടിയിട്ട് നിലപാട് എടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ADGP MR അജിത് കുമാറിനെതിരായ
വിവാദങ്ങളിൽ അന്വേഷണം തുടരും. അതിന്റെ വിജിലൻസ് അന്വേഷണത്തിലുള്ള ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി പുറത്തിറക്കും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എന്ന സംബന്ധിച്ചുള്ള കാര്യത്തിലും അന്തിമമായ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വിനീഷ്, ഈ ADGPയെ മാറ്റി നിർത്താതെ അന്വേഷണം നടത്തുന്നതിനോട് നേരത്തെ തന്നെ CPI എതിർപ്പ് അറിയിച്ചിരുന്നതാണല്ലോ. അപ്പോൾ CPI നേതാക്കളുടെ പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കണോ? വിജിലൻസ് അന്വേഷണം എന്ന പുകമറ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിലവിൽ വിജിലൻസ് അന്വേഷണത്തിന് ചുക്കാൻ വിജിലൻസ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലെയും ഏറ്റവും പ്രധാനമെന്ന് പറയാൻ കഴിയുക, നമുക്ക് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം സ്വാഭാവികമായും നടക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വിവാദങ്ങൾക്കിടയിൽ പോലും വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് പോലും മുഖ്യമന്ത്രി അനുമതി നൽകാത്ത ഒരു സാഹചര്യമുണ്ടായി. തുടർന്നായിരുന്നു പാർട്ടിക്കുള്ളിൽ CPIയിൽ നിന്ന് പോലും മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടങ്ങളിലാണ് മുഖ്യമന്ത്രി കുറച്ചെങ്കിലും മയപ്പെടേണ്ടി വന്നത്. തുടർന്നാണ് നിലവിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വിജിലൻസ് അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലായി വിവാദ നായകനായി നിലനിന്നിരുന്നത് PV അൻവർ MLA പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പേരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുറിച്ചുള്ള വിഷയങ്ങൾ. പക്ഷേ P ശശിയെ കുറിച്ചുള്ള വിവാദ വിഷയങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ വിജിലൻസ് അന്വേഷണം ഒരു പക്ഷേ അത് തന്നെയാണ് PV അൻവറും പറഞ്ഞത്. അന്വേഷണത്തിന് ഒരു പരാതി നൽകാമെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എത്തുന്നത് P ശശിയുടെ മുന്നിലേക്കാണല്ലോ, പിന്നെ എന്ത് കാര്യമെന്ന് അൻവർ തന്നെ ചോദിക്കുകയുണ്ടായി. ഭരണപക്ഷ MLA തന്നെ ചോദിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിലും വലിയ രീതിയിൽ പ്രതിച്ഛായ തകർക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു PV അൻവർ MLA നിലപാടുകൾ. അത് ഇടതുമുന്നണിയിൽ വലിയ ചർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ വലം കൈ എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി. ആ P ശശിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പല ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടി പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇടതുമുന്നണിയിൽ യോഗത്തിൽ പോലും P ശശിയുടെ വിഷയം ഉയർന്നു വരാത്ത ഒരു സാഹചര്യം. അങ്ങനെ നോക്കുമ്പോൾ ADGP MR അജിത് കുമാറിനെതിരായി ഉയരുന്ന അന്വേഷണങ്ങളിൽ ഒരു കൃത്യമായ അന്വേഷണം നടന്നാൽ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയിലേക്കും കാര്യങ്ങൾ കടക്കും. അത് സംസ്ഥാന സർക്കാരിനെ പിടിച്ചു കുലുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്തരമൊരു അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങുമോ, വിജിലൻസ് നീങ്ങുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കൃഷ്ണകുമാർ. ശരി വിനീഷ്, ഏതായാലും ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം ആരൊക്കെയാണ് ആ സംഘത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് ഇന്നറിയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.